ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്തമാഷിൻ്റെ അടുത്ത് വന്ന് അമ്പിളി പറയാണ്, ഞാനും രഘുവേട്ടനും കൂടി തറവാട്ടിലേക്ക് ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുകയാണ് അച്ഛ എന്ന് പറയുമ്പോൾ മാഷ് ചോദിക്കുകയാണ്, എന്താണ് അവിടെ വല്ല വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, വിശേഷമൊന്നും ഇല്ല അച്ഛ, പാർവതി കുഞ്ഞമ്മ സമയം കിട്ടുമ്പോൾ ഞങ്ങളോട് അവിടേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും രഘു പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് രഘുവിനെ നിർത്തിക്കൊണ്ട് അമ്പിളി പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വഴി കുഞ്ഞമ്മ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പം മാഷ് ചോദിക്കുകയാണ്, എന്ത് വഴി എന്ന് ചോദിക്കുമ്പോൾ അമ്പിളി പതർച്ചയോട് കൂടി പറയാണ്, അല്ല അച്ഛാ, കുഞ്ഞമ്മ പറഞ്ഞിട്ടാണല്ലോ ഞാൻ എല്ലാവർക്കും 5 പേർക്കും കൂടി ആ സ്വർണം പങ്കിടാം എന്ന് പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ ഞങ്ങളെ സഹായിക്കാം എന്നുള്ളത് കുഞ്ഞമ്മ പറഞ്ഞിരുന്നു എന്ന് പറയട്ടോ. അപ്പോൾ മാഷ് ചോദിക്കാൻ, എങ്ങനെ സഹായിക്കാമെന്നാണ് പാർവതി പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ മറുപടി രഘു പറയാണ്, അമ്പിളിക്ക് കിട്ടിയ 20 പവൻ പാർവതി കുഞ്ഞമ്മയെ ഏൽപ്പിച്ച അതിനനുസരിച്ചിട്ടുള്ള പണം തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്വർണം പാർവതി വിലയ്ക്ക് വാങ്ങാമെന്നാണോ പാർവതി പറഞ്ഞത്? അല്ല, കുഞ്ഞമ്മ പറഞ്ഞത് കുഞ്ഞമ്മയെ 20 പവൻ സ്വർണം ഏൽപ്പിച്ച ഞങ്ങൾക്ക് ആവശ്യമുള്ള പണം തരാമെന്നാണ്. അത് വിൽക്കാനും പണയപ്പെടുത്താനൊന്നും പാടില്ലല്ലോ, അപ്പോൾ പിന്നെ തറവാട്ടിൽ തന്നെ രക്ഷിച്ചോളാം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് രഘുവേട്ടൻ്റെ ബിസിനസ്സൊക്കെ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ ആ പണം അവിടെ കൊണ്ടുകൊടുത്താൽ ആ സ്വർണം തിരിച്ചു തരാമെന്ന് കുഞ്ഞമ്മ പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ചീരുവിനും വിനയനും കൂടി പാർവതിയെ ഒന്ന് സമീപിക്കാലോ എന്ന് പറയുമ്പോൾ, അയ്യോ അത് പറ്റില്ല അച്ഛാ, പാർവതി കുഞ്ഞമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇക്കാര്യം ആരോടും പറയരുത് എന്ന്. പിന്നെ ഞങ്ങളുടെ 20 പവൻ പാർവതി കുഞ്ഞമ്മയുടെ കയ്യിൽ കൊടുത്താലും 25 ലക്ഷം രൂപയൊന്നും രഘുവേട്ടന് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറഞ്ഞത് ഒരു 25 ലക്ഷം രൂപയെങ്കിലും രഘുവേട്ടനെ കിട്ടിയാലാണ് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അച്ഛൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാനിനി നിങ്ങളെ എങ്ങനെ സഹായിക്കാനെന്ന് മാഷ് ചോദിക്കുമ്പോൾ, അല്ല, മഞ്ചാടിയുടെ 20 പവൻ അച്ഛൻ്റെ കയ്യിലുണ്ടല്ലോ, അതുകൂടി ഞങ്ങൾക്കൊന്ന് തരണം. എന്നിട്ട് ഈ സ്വർണ്ണങ്ങളെല്ലാം തന്നെ പാർവതി കുഞ്ഞമ്മയെ ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള തുക പാർവതി കുഞ്ഞമ്മ തരുമല്ലോ. പിന്നെ ഞങ്ങളുടെ ബിസിനസ് മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ മഞ്ചാടിയുടെ സ്വർണം തിരിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ മാഷ് രഘുവിനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ നീ കൂടി തീരുമാനിച്ചതാണോ രഘു എന്ന് ചോദിക്കുമ്പോൾ, അമ്മാവ, എന്നോട് ഇക്കാര്യം അമ്പിളിയാണ് പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ മാഷ് ആലോചിച്ചിട്ട് പറയണേ, മഞ്ചാടിയുടെ സ്വർണം എന്തായാലും നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നില്ല. അത് മഞ്ചാടിക്ക് അവകാശപ്പെട്ടതാണ്. എനിക്കും രഘുവിനും ഈ സ്വർണത്തിൽ ഒരു അവകാശവുമില്ലല്ലോ, എല്ലാം കുഞ്ഞമ്മയും മക്കളും കൂടിയല്ലേ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്പിളി പറയണ, അതെന്താ അച്ഛ അങ്ങനെ പറഞ്ഞത്? കുഞ്ഞമ്മ നല്ലൊരു തീരുമാനം പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ആ സ്വർണം വിൽക്കുകയോ പണയം വെച്ചിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് അച്ഛനും കൂടി ദോഷം വരരുത് എന്ന് കരുതിയിട്ടാണ് കുഞ്ഞമ്മ പറഞ്ഞതിനോട് ഞാൻ കൂടെ നിന്നത്. എന്തായാലും മഞ്ചാടിയുടെ സ്വർണം ഞാനിപ്പോൾ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. അത് മഞ്ചാടിയുടെ കയ്യിൽ തന്നെ നേരിട്ട് കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ്, ആരെയും ഞാൻ ഇതുവരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല എന്നൊക്കെ പറയട്ടോ. പിന്നെ നിന്നോട് കുഞ്ഞമ്മ പറഞ്ഞത് പാർവതി പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. പാർവതിയുടെ വാക്കും കേട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിനോടും എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല. എനിക്ക് അത് ശരിയായ ഒരു തീരുമാനമാണെന്ന് തോന്നുന്നില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി അമ്പിളിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അച്ഛൻ വിചാരിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത ഞങ്ങളെ മറ്റാരെങ്കിലും സഹായിക്കുന്നത് അച്ഛന് ഇഷ്ടമില്ല എന്നാണോ? കൈ പിടിച്ച് കയറ്റത്തുമില്ല, എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടി അതിൽ പിടിച്ച് കയറാൻ നോക്കുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല. ഇതിന്റെ പേരാണ് ദ്രോഹം എന്നുള്ളത്. അച്ഛൻ ഞങ്ങളോട് ചെയ്യുന്നത് ദ്രോഹം തന്നെയാണ്. എന്താടി അമ്പിളി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മാവനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത്? എന്നോട് എന്ത് ദ്രോഹമാടി അമ്മാവൻ ചെയ്തത് എന്നങ്ങ് ചോദിക്കട്ടെ. അപ്പോൾ മാഷ് പറയണേ, രഘു നീ ഇതിൽ ഇടപെടണ്ട, ഇത് ഞാനും അമ്പിളിയും തമ്മിലുള്ള കാര്യമാണ്. രഘു ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ അച്ഛനേക്കാളും വലുതും വിശ്വാസവും ഇന്നലെ കയറി വന്ന കുഞ്ഞമ്മയോടാണോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയണേ, അമ്പിളിയോട് അവളുടെ അമ്മയുടെ സഹോദരിയെ വിശ്വസിക്കരുത് എന്ന് പറയാൻ എനിക്കോ നിനക്കോ ഒരു അവകാശവുമില്ല. എല്ലാത്തിനും അച്ഛൻ ഇങ്ങനെ രഘുവേട്ടനെ കൂട്ടുപിടിക്കൊന്നും വേണ്ട. എൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് അച്ഛൻ വിട്ടു തന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ രഘു പറയണ, എടി നീ എന്താടി ഈ പറയുന്നത് എന്നും പറഞ്ഞ് രഘു ദേഷ്യത്തിൽ അമ്പിളിയുടെ മുടിക്കങ്ങ് കുത്തിപ്പിടിക്കാൻ കേട്ടോ. അതോടുകൂടി മാഷിന് അത് കാണുന്ന സമയത്ത് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ മാഷ് പറയണം, നിന്റെ ഈ പെരുമാറ്റം കൊണ്ടാണ് എനിക്ക് കൂടി ഇവരുടെയൊക്കെ വായിലുള്ളത് കേൾക്കേണ്ടി വരുന്നത്. എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അതിൽ ഇടപെടും. അപ്പോൾ എല്ലാവരും കരുതുന്നത് നിന്നെ ഞാനൊരു കാശ് തന്ന് എൻ്റെ കൂടെ നിർത്തിയെന്നാണ് എല്ലാവരും കരുതുന്നത്. അമ്മവ, ഞാൻ എന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ പെങ്ങളുടെ മകൻ എന്നുള്ള അധികാരവും അവകാശവും ഒക്കെ ഇതോടുകൂടി അവസാനിച്ചു. ഇനി ആ ഒരു ബന്ധം വേണ്ട. ഇനി നീ എൻ്റെ മകളുടെ ഭർത്താവ് എന്നുള്ള അവകാശം മാത്രം മതി. എൻ്റെ ഭാര്യ നിന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അവൾ പറയുന്നത് പോലെ നീ അവളുടെ കൂടെ നിൽക്ക്. എന്നിട്ട് ഈ അമ്മായിയച്ഛനെതിരെ നീയും എതിരായി നിൽക്കഴേ നീ ഒരു നല്ല ഭർത്താവോ, അപ്പോഴാണ് നിനക്ക് നല്ലൊരു ജീവിതവും ഉണ്ടാവും. എന്നിട്ട് മാഷ് രഘുവിൻ്റെ തോളിൽ അങ്ങ് കൈവെക്കാൻ കേട്ടോ. അപ്പോൾ രഘു മാഷിൻ്റെ കയ്യിൽ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് മാഷ് ദേഷ്യത്തിൽ കൈ അങ്ങ് പിടിച്ച് മാറ്റുകയാണ്. എന്നിട്ട് പറയണേ, നീ അങ്ങനെ ആകുന്നതാണ് രഘു എനിക്കും ഇഷ്ടം എന്നും പറഞ്ഞ് വിഷമത്തോടു കൂടി മാഷ് അകത്തേക്ക് പോവാണ്. അപ്പോൾ അമ്പിളി തന്നെ അങ്ങ് അതിശയിച്ച് പോവാണ് കേട്ടോ, അച്ഛൻ്റെ പെട്ടെന്നുള്ള ആ ഭാവവ്യത്യാസം കാണുന്ന സമയത്ത്. എന്നിട്ട് അമ്പിളി ഒന്നും മിണ്ടാതെ അമ്പിളിയും അകത്തേക്ക് പോവാണ്. അപ്പോൾ രഘു ആണെങ്കിലോ മാഷ് ഇങ്ങനെ ഒരു പെരുമാറ്റം പെട്ടെന്ന് ഉണ്ടായത് കൊണ്ട് രഘു തന്നെ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വിഷമിച്ച് ആലോചിച്ച് നിൽക്കുകയാണ്. സമയം വിനയനും ചീരുവും ലംബോദരനും കൂടി അനുപമയുടെ വീട്ടിലേക്ക് വന്നിരിക്കും.
വന്നിരിക്കുകയാണ് സ്വർണത്തിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അനുപമയുമായി സംസാരിച്ച ശേഷം അനുപമ ഒരു മടിയും കൂടാതെ ആ സ്വർണം ചീരുവിന് കൊടുക്കാമെന്ന് പറയാൻ കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ചിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് ആ സ്വർണം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെങ്കിൽ അങ്ങനെയെങ്കിലും തറവാട്ടിൽ നിന്നും കിട്ടിയ ആ സ്വർണം കൊണ്ട് ആർക്കെങ്കിലും ഒന്ന് ഉപകരിച്ചോട്ടെ എന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അനുപമ പറയണ, അനുപമ എന്നോട് ഈ സ്വർണത്തിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ഏതായാലും പെൺമക്കൾ ഇല്ലാത്തതല്ലേ, ചീരുവിനും അമ്പിളി ചേച്ചിയുടെ മകൾക്കും കൂടി തുല്യമായി അവരുടെ വിവാഹ സമയത്ത് കൊടുക്കണം എന്നുള്ളത് എന്നോട് ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് വിനയൻ തന്നെ അതിശയിച്ചു പോവാണ്. എത്ര നല്ല മനസ്സിനുടമയാണ് അനുപമ ചേച്ചി എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോൾ ലംബോദരൻ പറയാണ്, അനു നിനക്ക് നല്ലൊരു മനസ്സാണ്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചത് എന്ന് പറയാണ്. അങ്ങനെ ലംബോദരനോട് അനുപമ പറയാണ്, ഏതായാലും നിങ്ങളുടെ ഈ നല്ല മനസ്സിനോളം വരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് ഇനി വിനയനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ വിനയൻ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി അതിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം എൻ്റെ മകളുടെ 40 പവൻ്റെ സ്വർണം അത് വിനയൻ എത്രയും പെട്ടെന്ന് തിരിച്ചു തന്നോട്ടെ, എന്നിട്ട് ആ സ്വർണം നിങ്ങൾക്ക് തറവാട്ടിൽ നിന്നും കിട്ടിയ ആ സ്വർണം നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചു തരുമല്ലോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ വിനയൻ പറയണ, അത് ഞാൻ തരുന്ന വാക്കാണ്, എൻ്റെ ബിസിനസ് മെച്ചപ്പെട്ട ശേഷം എത്രയും പെട്ടെന്ന് അമ്മാവൻ്റെ സ്വർണം ഞാൻ തിരിച്ചു തന്നിരിക്കും എന്ന് പറയട്ടോ. എൻ്റെ മകൾ കാനഡയിൽ നിന്നും തിരിച്ചു വരുമ്പോഴത്തേക്കും നീ അത് തിരിച്ചു തന്നാൽ മതി, എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ ഈ അമ്മാവൻ്റെ തനി സ്വരൂപം നീയും കാണേണ്ടി വരും എന്ന് പറയട്ടോ. അപ്പോൾ വിനയൻ പറയണ, ഇല്ല അമ്മാവ, ഞാൻ അത് വാക്ക് തന്നതാണെങ്കിൽ ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കും എന്ന് പറയണ്. അങ്ങനെ അനുപമയുടെ സ്വർണവുമായിട്ട് ചീരുവും വിനയനും ലംബോദരനും നേരെ ബാങ്കിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് ലംബോദരൻ്റെ മകളുടെ സ്വർണം 40 പവൻ എടുത്ത് അതിനു പകരം തറവാട്ടിൽ നിന്നും കിട്ടിയ 40 പവൻ അവിടെ വെച്ച് മകളുടെ സ്വർണം പണയം വെക്കാം എന്നാണ് ലംബോദരൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ ചെയ്യാൻ തന്നെ വിനയനും ചീരുവും ലംബോദരനും കൂടി ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭാനുമ പറയണ, തറവാട്ടിൽ നിന്നും കിട്ടിയ സ്വർണം കൊണ്ട് വിനയനാണ് ഉപകരിക്കാനുള്ള യോഗമുണ്ടായത്, ഇനി അതുപോലെ രഘുവിനും അമ്പിളിക്കും എന്തെങ്കിലും ഒരു വഴി ഈശ്വരൻ കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറയണം. പിന്നീട് ഹർഷയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി സുശീലയും ഇന്ദ്രനും ഒക്കെ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്ട് കാണുമ്പോൾ സത്യനും സോനയ്ക്കും ഷ്യാമിനും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ സോന പറയുന്നുണ്ട്, എന്തിനാണ് അമ്മ ഇങ്ങനെ നല്ല വെപ്രാളം പിടിച്ചുകൊണ്ട് അവിടേക്ക് പോകാൻ നിൽക്കുന്നത്, എന്തിനാണ് അമ്മ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്, സ്വന്തം മരുമക്കളുടെ കാര്യത്തിൽ ഇത്രയധികം വിഷമമൊന്നും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് സുശീല പറയണേ, എൻ്റെ മരുമക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും ഹർഷയാണ്, അപ്പോൾ അതിനുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ എനിക്ക് അവളോടുണ്ടാവുമെന്ന് പറയട്ടോ. അപ്പോൾ സോന പറയണേ, എന്താണ് അമ്മയുടെ മരുമക്കൾ അമ്മയോട് ചെയ്തത്, ഏറ്റവും നല്ല മരുമക്കളെയാണ് അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും കിട്ടിയിട്ടുള്ളത് എന്ന് പറയട്ടോ. ഇനിയിപ്പോൾ അനുചേച്ചിയുടെ കാര്യം പറയുന്നില്ല, അനുചേച്ചി ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് പോയല്ലോ, പക്ഷേ എന്തിനാണ് പ്രതിഭയോട് അനുചേച്ചിയോട് പെരുമാറുന്നത് പോലെ തന്നെ പെരുമാറുന്നത്, എന്താണ് പ്രതിഭ അമ്മയോട് ചെയ്ത് തെറ്റി എന്ന് പറയുമ്പോൾ അവൾക്ക് കുറച്ച് അഹങ്കാരവും തലക്കനവും കൂടുതലാണ്, അവൾ ഞാൻ പറയുന്നത് പോലെയൊന്നും അനുസരിക്കുന്നില്ല, അപ്പോൾ പിന്നെ ഞാനും അവളോട് അങ്ങനെ തന്നെയാവും പെരുമാറുക എന്ന് പറയുമ്പോൾ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്ദ്രേട്ടൻ്റെ പോലെയല്ല സത്യേട്ടൻ, അത് അമ്മ ഓർത്തു വെച്ചോ എന്ന് പറയുമ്പോൾ, നീ എന്താടി എന്നെ സത്യൻ്റെ കാര്യം പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയട്ടോ. അത് പറഞ്ഞാലും അമ്മയുടെ തലയ്ക്കകത്തേക്ക് കയറില്ല എന്നും പറഞ്ഞ് സോന കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ സത്യം പറയണ, ഇന്ദ്രേട്ടൻ്റെ കടയുടെ കാര്യത്തിൽ അമ്മ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ ഹർഷയുടെ ഡെലിവറി ഇന്നും ഉണ്ടാവും, അവളെ സിസേറിയന് വേണ്ടി ഇന്നലെ ലേബർ റൂമിലേക്ക് കയറ്റിയതാണ്, ഇന്നെന്തായാലും പ്രസവം ഉണ്ടാവും, അതിൻ്റെ ശേഷം ഞാനും ഇന്ദ്രനും കൂടി നേരെ ദാസാറിനെ പോയി കണ്ടോളാം എന്ന് പറയുമ്പോൾ, അതല്ലല്ലോ ഇപ്പോൾ അമ്മയ്ക്ക് പ്രധാനപ്പെട്ടത്, നമുക്ക് ഇന്ദ്രേട്ടൻ്റെ കടയുടെ കാര്യമല്ലേ, ഹർഷയെ നോക്കാനൊക്കെ അവിടെ ആളുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അമ്മ വെറുതെ ഇന്ദ്രേട്ടനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ അതിന് ഇന്ദ്രനെ ഞാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതല്ല, ഹർഷ വിളിച്ചു വരുത്തുന്നതാണ്, ഹർഷയ്ക്ക് ഇന്ദ്രനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഹർഷയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ അവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ശ്യാമിനും സത്യനും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ സുശീല അങ്ങനെ പറയുന്ന സമയത്ത് ഇന്ദ്രൻ ഇങ്ങനെ പതർച്ചയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ദ്രൻ സത്യനോട് പറയണേ, എത്രയും പെട്ടെന്ന് കടയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാം എന്നും പറഞ്ഞ് നാണം കേട്ടതുപോലെ ശ്യാമിൻ്റെയും സത്യൻ്റെയും മുന്നിൽ വെച്ച് അങ്ങ് ഇറങ്ങി പോവാൻ കേട്ടോ. എന്നിട്ട് ഞാൻ കടയിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞാണ് ഇന്ദ്രൻ പോകുന്നത്. അങ്ങനെ ഇന്ദ്രനും സുശീലയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. ഈ സമയം രഘുവും അമ്പിളിയും തറവാട്ടിലേക്ക് ചെല്ലാണ് പാർവതി കുഞ്ഞമ്മയെ കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് തമ്പായി പറയുന്നത്, പാർവതി കുഞ്ഞമ്മ തിരിച്ചു പോയി എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ രഘുവും അമ്പിളി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. പാർവതി കുഞ്ഞമ്മ എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറയണ്. അപ്പോൾ തമ്പായി പറയാണ്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് ഔദാര്യത്തെ അവകാശമാക്കിയെടുക്കാൻ നോക്കിയത് കൊണ്ടാണ് ഇപ്പോൾ കോടതി കയറി ഇറങ്ങേണ്ടി വന്നത് എന്ന് അർത്ഥം വെച്ച് ഒരു മുള്ളുമുനയും വെച്ചാണ് തമ്പായി സംസാരിക്കുന്നത്. എന്നിട്ട് തമ്പായി പോയി കഴിഞ്ഞ ശേഷം അമ്പിളി രഘുവിനോട് പറയണം, രഘുവേട്ട ഇതിലെന്തോ ഒരു ചതിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ രഘു പറയാണ്, കുഞ്ഞമ്മ മനഃപൂർവ്വം മുങ്ങിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അമ്പിളി നീ പറഞ്ഞതുപോലെ ഇതിലെന്തോ ഒരു കള്ളത്തരവും എന്തോ ഒരു ചതിയുമുണ്ട്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് അമ്പിളിക്ക് രഘു പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്, ഇതിലെന്തോ
എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്ന് അമ്പിളിക്കും മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ അമ്പിളിയും രഘുവും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ സമയം ഇന്ദ്രനും സുശീലയും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഇതുവരെയും ഹർഷയുടെയും കുഞ്ഞിൻ്റെയും കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്നൊക്കെ കുഞ്ഞമ്മ രവിയും സുശീലയോടും ഇന്ദ്രനോടും പറയാട്ടോ. അങ്ങനെ കുഞ്ഞമ്മയും രവിയും ക്യാൻറ്റീനിലേക്ക് പോയ സമയത്താണ് പിന്നെ ഹർഷയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവരുന്നത് സിസ്റ്റർ. എന്നിട്ട് പറയണ കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന് പറയട്ടോ. അങ്ങനെ ഹർഷയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് കുഞ്ഞിനെ ഇന്ദ്രൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ രവിയും കുഞ്ഞമ്മയും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇന്ദ്രൻ മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞിനെ വാങ്ങാണ്. അപ്പോൾ ആ സമയത്ത് ഹർഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇതൊരു പെൺകുഞ്ഞ് തന്നെ ആയിരിക്കും ഇന്ദ്ര എന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കാണ്. ആ സമയത്താണ് ഇനി അവിടേക്ക് ധനൻ വരുന്നത്. ധനൻ ഇക്കാര്യം കണ്ടതോടുകൂടി മുള്ളും വെനയും വെച്ച് ധനൻ ഇനി സംസാരിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞമ്മയും രവിയും കൂടി അവിടേക്ക് വരികയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞിനെ സിസ്റ്റർ കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ധനം പറയാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, കുഞ്ഞിനെ വാങ്ങിക്കാനേ ഇന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, രവി ഇല്ലാത്ത കുറവ് ഇന്ദ്രൻ അങ്ങ് പരിഹരിച്ചു എന്ന് അർത്ഥം വെച്ച് മുള്ളും മുനയും വെച്ചാണ് ധനൻ പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് രവിയുടെ മുഖഭാവമൊക്കെ ഒന്നങ്ങ് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന ഇന്ദ്രനാണെങ്കിലോ എന്ത് പറയണം എന്ന് അറിയാതെ ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ടാണ് കേട്ടുകൊണ്ട് നിൽക്കുന്നത്.